ഹായ്, ജോഷി ചെള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. എന്താണ് എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയൽസ്? സാധാരണ ബിൽഡിംഗ് മെറ്റീരിയൽസിന് വ്യത്യാസം എന്താണ്? ഈ എക്കോ ഫ്രണ്ട്ലി എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? അതൊരു മാർക്കറ്റിംഗ് ടൈം ആണോ? അപ്പോൾ ശരിക്കും നമ്മുടെ പ്രകൃതിയിൽ ഇമ്പാക്റ്റ് കുറച്ചുണ്ടാകുന്ന ഏത് മെറ്റീരിയലിനെയും എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൂടെ? എക്കോ ഫ്രണ്ട്ലി എന്തുകൊണ്ടാണ് അതൊരു സസ്റ്റൈനബിൾ മെറ്റീരിയലായി മാറുന്നത്? പ്രകൃതിയുടെ ഇമ്പാക്റ്റിനെ കുറച്ച് എത്ര മിനിമൈസ് ചെയ്തുണ്ടാക്കുന്ന ഓരോ ബിൽഡിംഗ് മെറ്റീരിയലും നമുക്ക് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാവുന്നതല്ലേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി എഫിഷ്യൻസി വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ അത് ബയോ ഡീഗ്രേഡബിൾ ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് റീസൈക്കിളബിൾ ആവാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രകൃതിക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബാംബു ഒരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണോ? പണ്ട് കാലങ്ങളിൽ ബാംബു കൺസ്ട്രക്ഷൻസ് വളരെയധികം ഉപയോഗിച്ചിരുന്നു വീടുകൾക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ IS കോഡ് സ്പെസിഫൈ ചെയ്യുന്ന പ്രകാരം റീഇൻഫോഴ്സ്ഡ് ബാംബു കൺസ്ട്രക്ഷൻസ് വരെയും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബാംബു എന്ന് പറയുന്നത് പാനലിംഗ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വാൾ സ്ട്രക്ചറിനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോറിങ്ങിനായിട്ട്, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനോ നാച്ചുറൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ കൾട്ടിവേഷനോ ഒന്നും പ്രകൃതിക്ക് വളരെയധികം ദോഷം വരുത്തുന്നതല്ല. അത് വളരെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും അത് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാംബു ഒരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയലാണ്. അടുത്തത് റീസൈക്കിൾഡ് മെറ്റീരിയലാണ്. റീസൈക്കിൾഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മെറ്റീരിയൽസും അത് റീസൈക്കിൾ ചെയ്ത് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ബിൽഡിംഗ് വേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാത്രമല്ല, നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോകോൾസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് മെറ്റീരിയൽസിനെയും റീസൈക്കിൾ ചെയ്ത് അതിൽ ഗ്രാനുവൽ ആക്കിയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്രൊഡക്റ്റ് ആക്കിയോ ഉപയോഗിക്കാവുന്നതാണ്. റീസെൻ്റ്ലി ഒരു 5-8 വർഷമായിട്ട് ഞാൻ R&D പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ 3R പോളിസിയെ ബേസ് ചെയ്ത്, അതായത് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ R&D പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ R&Dയിൽ നിന്ന് ഒരു റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽ നിർമ്മിക്കുകയും അതിനെ പേറ്റന്റ് എടുക്കുകയും ചെയ്യുകയുണ്ടായി, ന്യൂറാ പാനൽ എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പം അത് ഒരു ബയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് ഹാംഫുൾ അല്ലാത്ത ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയലാണ്, ബ്രിക്ക് പാനൽ മെറ്റീരിയലാണ്. അപ്പം അതുപോലെ നിരവധി മെറ്റീരിയലുകൾ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് റോഡുകൾ അതിന് ടാറിങ്ങിന് പകരം ചെയ്യാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ബ്ലോക്കുകൾ മേക്ക് ചെയ്യാറുണ്ട്. ഇതെല്ലാം റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിന് ഉദാഹരണങ്ങളാണ്. നല്ല തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന പല റീസൈക്കിൾഡ് മെറ്റീരിയലുണ്ട്. ഇപ്പോൾ നമ്മളുടെ വയലിൽ നിന്ന് കൃഷി ചെയ്തതിനു ശേഷം വരുന്ന വൈക്കോലുകൾ, ഈ വൈക്കോല് തന്നെ പ്രോസസ്സ് ചെയ്ത് പലതരത്തിലുള്ള പാനലുകൾ ഉണ്ടാക്കുന്നുണ്ട്, തെർമൽ റെസിസ്റ്റന്റ് പാനലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല മെറ്റീരിയൽസുകളും നമുക്ക് ഉപയോഗിക്കാം. കോർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീക്ലൈൻഡ് വുഡ് അല്ലെങ്കിൽ യൂസ്ഡ് വുഡ്സ്, ഇതെല്ലാം നമുക്ക് ഒരു റീയൂസ്ഡ് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മഡ് ബ്രിക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? റാംഡ് എർത്ത് അല്ലെങ്കിൽ കോമ്പാക്ട് മഡ് ബ്രിക്കുകൾ ഒരു നാച്ചുറൽ റിസോഴ്സാണ്. ഈ നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് റീയൂസബിൾ ആയിട്ടും അത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പ്രൊഡക്റ്റാണ് ഈ പറയുന്ന മഡ് ഹൗസസുകൾ. അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സോളാർ പെയിന്റ്സ്. ഇപ്പോൾ നമുക്ക് എനർജി എഫിഷ്യൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ശരിക്കും എക്കോ ഫ്രണ്ട്ലിയാണ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ എനർജി, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, കൺസ്യൂം ചെയ്യുന്ന എനർജിയിലും ഈ സോളാർ നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയലാണ്. ലോ VOC പെയിന്റ് ആൻഡ് ഫിനിഷസ് എന്താണ്? നമുക്ക് ലോ വോൾട്ടേജായ പെയിന്റുകൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പല രീതിയിലുള്ള കെമിക്കൽ പ്രകൃതിയിലേക്ക് പോയി ഹാംഫുൾ ആവുന്ന ഒരവസ്ഥ ഒഴിവാക്കാം. ഇന്നത്തെ പല പെയിന്റുകളും കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലോ VOC പെയിന്റ് ഉപയോഗിക്കുക, ഫിനിഷസ് ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം,
നമുക്ക് ഗ്രീൻ റൂഫുകൾ ഇപ്പം വളരെ നല്ല രീതിയിൽ നമ്മുടെ ടെറസുകളൊക്കെ വെജിറ്റേഷൻസോ അല്ലെങ്കിൽ പ്ലാന്റുകളും വെച്ച് ചെയ്യുന്നത് നോർമൽ രീതിയിൽ ശരിക്കും നല്ലൊരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡ്സാണ്. അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് സർഫസ് റൺ ഓഫിനെ കൺട്രോൾ ചെയ്യുകയും വാട്ടറിങ് കൺട്രോൾ ചെയ്യുകയും അത് വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ വാട്ടർ റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്ത് തന്നെ നല്ലൊരു എനർജി എഫിഷ്യൻസി മെത്തേഡിലേക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഓരോ മെറ്റീരിയലും എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രകൃതിയിലേക്ക് നോക്കണം. അപ്പോൾ അതിൽ കാണുന്ന മെറ്റീരിയൽസിനെ എങ്ങനെ റീയൂസ് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു എനർജി എഫിഷ്യൻസി എങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സോളാർ പാനൽസ് മുതൽ ബ്രിക്കുകൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യത്തിലും അത് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഇതിനു വേണ്ടി ശരിക്കും ലേമാൻ ലെവലിലുള്ള ആൾക്കാർ മുതൽ വളരെയധികം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വളരെയധികം റിസർച്ചുകളും ഡെവലപ്മെന്റ്സും നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഇതെല്ലാം വളരെയധികം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ ചോദ്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് സർവൈവ് ചെയ്തു വരുന്ന നല്ല ചില പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈൽ കൂട്ടുകയും നമ്മുടെ പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റി കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം.